വിഷ്വൽ ട്രീറ്റ്സ് ഓൾ ഇൻ വണ്ണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, കമൻസ് ഇടണം. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് വീശിയടിക്കാത്ത പൊറോട്ടയാണ്. അതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് കുറച്ച് പാലെടുക്കുക. പാലിന് പകരം വെള്ളമായാലും മതി, പാൽ തന്നെ ചേർക്കണം നിർബന്ധമില്ല. അതിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിക്കുക. 2 മുട്ട, അതായത് 1 മുട്ട ചേർത്താലും മതി. അതൊക്കെ ഓരോരുത്തരുടെ മനോധർമ്മം അനുസരിച്ച് ചേർക്കാം. ടേസ്റ്റ് കൂടുന്നേ ഉള്ളൂ. അതിന് ഉപ്പ് ചേർക്കുക. ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ട് കുറച്ച് റിഫൈൻഡ് ഓയിൽ, സൺഫ്ലവർ ഓയിലോ അങ്ങനെയുള്ള ഏതെങ്കിലും ഓയിൽ കുറച്ച് ചേർക്കുക. ഒരു 2 ടീസ്പൂൺ ഓയിൽ ചേർക്കുക. അതിലേക്ക് നമുക്ക് മൈദ ചേർക്കാം. ഇനി നല്ലതായിട്ട് ഇളക്കി യോജിപ്പിക്കുക. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഇതെല്ലാം കൂടെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം മൈദ ചേർക്കുക. ഒരു 4 കപ്പ് മൈദ ആദ്യം ചേർക്കുക. 4-5 കപ്പിൻ്റെ ആവശ്യം വരും. എന്നാൽ ഞാൻ ആദ്യം 4 കപ്പ് ചേർത്തിട്ട് ഇത് മിക്സ് ചെയ്ത് നോക്കാം. നമുക്ക് 3 1 കപ്പ് കൂടെ ചേർക്കാം. 4. ഇത് 240 ml കപ്പാണ്. എന്നിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കണം. നല്ലതായിട്ട് ഇത് എത്ര നന്നായിട്ട് കുഴച്ചെടുക്കുന്നോ അത്രയും ഇത് സോഫ്റ്റായിട്ട് വരും. കുഴയ്ക്കാനാണ് ഇതിനകത്ത് സമയം വേണ്ടത്. നന്നായിട്ട് ഇതിപ്പോൾ കുറച്ച് കൂടെ മൈദയുടെ ആവശ്യമുണ്ട്. ഇതിനകത്ത് 1 കപ്പ് മൈദയും കൂടെ ചേർക്കാം. ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ, 5 കപ്പോളം വേണ്ടി വരും. 2 കപ്പ് പാലാണ് ചേർത്തത്. അതുകൊണ്ട് 5 കപ്പ് മൈദയോളം നന്നായിട്ടിത് മിക്സ് ചെയ്തെടുക്കണം. നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക. നന്നായിട്ട് ഇടിച്ച് കുഴച്ച് എടുക്കണം. എന്നാലേ ഇത് സോഫ്റ്റായിട്ട് വരുള്ളൂ. പൊറോട്ട സോഫ്റ്റായിട്ടിരുന്നില്ലെങ്കിൽ അതൊരു സുഖമാവില്ല കഴിക്കാൻ. അപ്പോൾ എല്ലാവരും ഈ ചാനലിനെ സപ്പോർട്ട് ചെയ്യണം. ഇതൊരു തുടക്കമാണ്. ഒരുപാട് അപാകതകളൊക്കെ ഇതിനകത്തുണ്ടാവും. അതൊക്കെ സദയം ക്ഷമിക്കണം. ഇനി എടുക്കാം. നമുക്ക് ഒന്നുകൂടെ നീളത്തെ പരത്തിയിട്ട് ഇങ്ങനെ റൗണ്ടാക്കി ഉള്ളിലോട്ട് മടക്കി വെച്ച് മുകളിൽ നിന്ന് ഇത് ഓരോ ബോളാക്കിയിട്ട് എടുത്തൊരു പ്ലേറ്റിലിട്ട് വയ്ക്കണം.
എല്ലാം റോളാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലോട്ട് കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എല്ലാത്തിൻ്റെയും മുകളിലോട്ട് ഒരു ബ്രഷ് കൊണ്ട് കുറച്ച് ഓയിൽ പുരട്ടി കൊടുക്കുക. ഇനി ഇതെല്ലാം ഓയിൽ പുരട്ടിയതിന് ശേഷം ഒരു നനഞ്ഞ തുണി കൊണ്ട് കവർ ചെയ്ത് ഒരു അരമണിക്കൂർ വീണ്ടും ഇതുപോലെ തന്നെ അടച്ച് വയ്ക്കുക. നമുക്കിപ്പോൾ എല്ലാത്തിലും പുരട്ടി കൊടുത്തിട്ടുണ്ട്. ഇതൊരു നനഞ്ഞ തുണി കൊണ്ട് കവർ ചെയ്ത് വെക്കുക. ഒരു അരമണിക്കൂർ ഇതിങ്ങനെ ഇരിക്കട്ടെ. അരമണിക്കൂറിന് ശേഷം ഓരോന്നെടുത്ത് ചപ്പാത്തി പലകയിലോ ടേബിൾ ടോപ്പിലോ എവിടെ സൗകര്യം എന്ന് വെച്ചാൽ വെച്ച് നന്നായിട്ട് പരത്തുക. കനം കുറച്ച് നന്നായിട്ട് പരത്തിയെടുക്കണം. എത്രയും വലുതായിട്ട് പരത്തിയെടുക്കാവോ അത്രയും വലുതായിട്ട് കനം കുറച്ച് പരത്തിയെടുക്കണം. ഇതിനകത്തിന് ഈ പഴുത്താനായിട്ട് പ്രത്യേകിച്ച് എണ്ണയൊന്നും പുരട്ടണ്ട. കാരണം ഓൾറെഡി ഇതിൻ്റെ പുറത്തൊക്കെ എണ്ണ തടവിയിട്ടുള്ളതുകൊണ്ട് നല്ലതായിട്ട് എണ്ണയുണ്ട്. പിന്നെ എണ്ണ ഒഴിച്ചാണ് ഇത് കുഴച്ചിരിക്കുന്നത്. അതുകൊണ്ട് എണ്ണയുടെ ആവശ്യം പിന്നെ വരുന്നില്ല. നന്നായിട്ട് പരത്തിയെടുത്തിട്ട് ഇനി ഒരു പിച്ചാത്തിയോ കട്ടറോ എന്തെങ്കിലും വെച്ച് സൈഡ് വിട്ടു പോവാതെ ഇങ്ങനെ വരയുക. ചെറുതായിട്ട് ഇങ്ങനെ വരഞ്ഞെടുക്കുക. സൈഡ് വിട്ടു പോവരുത്, വിട്ടു പോവാതെ വരഞ്ഞെടുക്കുക. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ വീണ്ടും ഒരു ചെറുതായിട്ട് എണ്ണ ഇങ്ങനെ തടവി കൊടുക്കുക. ബ്രഷ് കൊണ്ടോ കൈ കൊണ്ടോ തടവി കൊടുത്തിട്ട് കുറച്ച് മൈദ വീണ്ടും ഒന്ന് തൂവുക. അതിൻ്റെ പുറത്തോട്ട് തൂവി കൊടുക്കുക. ചെറുതായിട്ടൊന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒന്നിൻ്റെ പുറത്ത് ഇറക്കി വെച്ച് ഇങ്ങനെ റോൾ ചെയ്തെടുക്കണം. ഇതിപ്പോൾ ഒരു രീതിയിൽ ഉണ്ടാക്കുന്നതാണ് ഇപ്പം പറഞ്ഞത്. എന്നിട്ടിതിനെ ജസ്റ്റ് ഒന്ന് വലിച്ചു കൊടുക്കാം. മൈദ ആയതുകൊണ്ട് ഇതിങ്ങനെ വലിഞ്ഞു വരും. വലിച്ചിട്ട് ഇതിങ്ങനെ കയ്യിലിങ്ങനെ ചുറ്റി മടക്കി ഉള്ളിലോട്ട് വെച്ച് മാറ്റി വയ്ക്കുക. ഇതുപോലെ എല്ലാം ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാം. ഇനി ഇത് ഒരെണ്ണം ഞാൻ ഇങ്ങനെ വരഞ്ഞിട്ട് റോൾ ചെയ്തെടുത്തു. ഇനി ഇത് വരയാതെ ഇങ്ങനെ റോൾ ചെയ്ത് ഇത് ലെയറാക്കി എടുക്കാം എന്ന് കാണിക്കാം. വീണ്ടും എണ്ണ പുരട്ടി പൊടി തൂകിയിട്ട് നമ്മൾ ഞൊറിഞ്ഞെടുക്കുന്ന പോലെ, സാരിയൊക്കെ ഞൊറിഞ്ഞെടുക്കുന്ന പോലെ ഇങ്ങനെ ഞൊറിഞ്ഞ് എടുക്കുക. വീണ്ടും ഇതൊന്ന് വലിച്ചു കൊടുക്കുക. വലിച്ചിട്ട് ഇതുപോലെ തന്നെ ചുറ്റിയെടുക്കുക. ഇപ്പോൾ രണ്ട് രീതിയിൽ എങ്ങനെയാണ് പൊറോട്ടയ്ക്ക് ലെയർ ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇത് ടേബിൾ ടോപ്പിൽ വെച്ച് പരത്തി, അപ്പോൾ ഒന്നുകൂടെ കട്ടി കുറഞ്ഞും വലുതായിട്ട് നമുക്ക് പരത്തിയെടുക്കാൻ പറ്റും ടേബിൾ ടോപ്പ് ആകുമ്പോൾ. ചപ്പാത്തി പലകയിലാകുമ്പം അതിൻ്റെ ഒരു വിസ്താരത്തിനനുസരിച്ചല്ലേ പറ്റത്തുള്ളൂ. അങ്ങനെ എല്ലാം പരത്തി വെച്ചിട്ടുണ്ട്. ഇനി ഇതിന്ന് ഓരോന്നെടുത്ത്
ഇനി ഇതിൽ നിന്ന് ഓരോന്നെടുത്ത് കൈ കൊണ്ട് നല്ലതായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ കൈ കൊണ്ട് തന്നെ പരത്തിയെടുക്കണം. അത് ചൂടായ കല്ലിലിട്ട് നന്നായിട്ട് ചുട്ടെടുക്കുക. തിരിച്ച് മറിച്ച് വിട്ട് ചുട്ടെടുക്കണം, ഒരു മീഡിയം ഫ്ലെയിമിൽ. ഇനി ഇതിനകത്ത് എണ്ണ ചേർക്കണ്ട. ഇതിനകത്ത് ഇനി എണ്ണയൊന്നും ഒഴിക്കണ്ട, കാരണം ആൾറെഡി എണ്ണ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട് ആവശ്യത്തിന്. കൂടുതൽ എണ്ണ ഹെൽത്തിന് നല്ലതല്ല. അതുകൊണ്ട് പൊറോട്ടയും നല്ലതല്ല എങ്കിൽ തന്നെ കഴിയുന്നതും മൈദയുടെ യൂസേജ് കുറയ്ക്കുക. പിന്നെ വല്ലപ്പോഴും ഒക്കെ ഒരു ആഗ്രഹത്തിനുണ്ടാക്കി നോക്കാവുന്നേ ഉള്ളൂ. മൈദ ഹെൽത്തിന് നല്ലതല്ലെന്ന് എല്ലാവർക്കും അറിയാം. പിന്നെ പൊറോട്ട ഇഷ്ടമല്ലാത്തൊരാരും ഉണ്ടാവില്ല. അതുകൊണ്ടാണ് പിന്നെ വല്ലപ്പോഴും ഒക്കെ ഒരു പൊറോട്ട ഉണ്ടാക്കാറുണ്ട്. നന്നായിട്ട് രണ്ട് വശവും മുരിച്ചെടുക്കുക. ഒരെണ്ണം നാലഞ്ച് പൊറോട്ട 5 പൊറോട്ടയോളം ചുട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇതിനെ നല്ലതായിട്ട് അടുക്കി വെച്ചിട്ട് രണ്ട് സൈഡ് കൊണ്ടും രണ്ട് കൈ കൊണ്ടും നല്ലതായിട്ട് ഇങ്ങനെ അടിച്ചു കൊടുക്കുക. അപ്പോഴാണ് ഇതിൻ്റെ ലെയർ ഇളകി വരുന്നത്. നോക്ക്, നല്ല ലെയറായിട്ട് വന്നിട്ടുണ്ട് പൊറോട്ട. നല്ല സോഫ്റ്റാണ്.
ഓക്കെ, എല്ലാവരും കണ്ടല്ലോ, എല്ലാവരും ചെയ്ത് നോക്കണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻസ് ഇടണം. ഓക്കെ, താങ്ക് യു.